ഹലോ! ഹെഗ്മിലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങളും ദൈവകൃപയാൽ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ സൗണ്ട് വീഡിയോയിൽ എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. ചെറിയൊരു കഫക്കെട്ടും ചെറിയൊരു പനിയുടെ അസഹ്യതയും ഒക്കെ ഉണ്ട് കേട്ടോ. കാലാവസ്ഥ മാറിയല്ലോ, അതിൻ്റെയൊക്കെ ആയിരിക്കാം. ഇനി ഇത്തിരി യാത്ര ചെയ്തിരുന്നു, അതിൻ്റെ കൂടിയായിരിക്കാം. അതാദ്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കാരണം സ്ഥിരമായിട്ട് എൻ്റെ സൗണ്ട് കേൾക്കുന്നവർക്ക് ഒരിച്ചിരി മാറ്റം ഉണ്ടെങ്കിൽ തന്നെ ആദ്യം വരുന്ന ചോദ്യം, ചേച്ചി ഈ സൗണ്ടിന് എന്ത് പറ്റിയെന്നായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം അതങ്ങ് പറഞ്ഞത്. രാവിലെ ജോസാൻ വണ്ടി ഒഴുകിക്കൊണ്ട് നിന്നപ്പോഴാണ് സെഫിൻ വന്നത്. സെഫിൻ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടിയാണ്. ജോസാൻ എന്ത് ജോലി ചെയ്താലും അതിനെല്ലാം ഹെൽപ്പറായിട്ട് കൂടെ കാണും. അതെന്ത് പണി ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, വയറിംഗ് ആയിക്കോട്ടെ, പ്ലംബിംഗ് ആയിക്കോട്ടെ, വീട്ടുജോലി ആയിക്കോട്ടെ. ഇനി അവൻ്റെ അടുത്ത് ഒരു തെങ്ങ കയറാൻ പറഞ്ഞാൽ അവൻ അതും ചെയ്യും. അത്രയ്ക്ക് ആക്റ്റീവാണ് ആള്. അപ്പോൾ രണ്ടുപേരും കൂടെ വണ്ടി കഴുകുവാണ് രാവിലത്തെ കാര്യങ്ങള്. സെഫിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോസന്റെ അല്ലറ ചില്ലറ പണികളൊക്കെ ജോസൻ അന്നാണ് ചെയ്യുന്നത്. കാരണം എന്നെ സപ്പോർട്ടിന് വിളിച്ചാല് കിട്ടത്തില്ല. ഇപ്പൊ ഒരു വയറിംഗ് ആണെങ്കിലും വയറ് വലിക്കണമെങ്കിലോ പ്ലംബിംഗ് ആണെങ്കിലും ഒരു പൈപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ സപ്പോർട്ട് വേണമെങ്കിലോ എനിക്ക് സമയമില്ല. അതുകൊണ്ട് അതവിടെ പെൻഡിങ്ങിൽ കിടക്കും. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വരുമ്പോഴാണ് ജോസൻ അത് ചെയ്യുന്നത്. കുഞ്ഞിന്റെ പേരൊന്നുകൂടെ പറഞ്ഞേ. റാഫേൽ. നല്ല പേരല്ലല്ലോ. നല്ല പേരാന്നു. ആരാ പറഞ്ഞ നല്ല പേരാന്നു? കുഞ്ഞെ ആരാ പറഞ്ഞ നല്ല പേരാണെന്ന്? ആര് പറഞ്ഞു? കഴിക്കാൻ വേണം. ആ അങ്കിളിന്റെ പേരും റാഫേൽ എന്നാണല്ലോ. വേണ്ട, ആ അങ്കിളിന്റെ പേര് റാഫേൽ എന്നാ. എല്ലാവർക്കും വേണോ ചോദിക്കണ്ടേ? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? അത്ര താല്പര്യം ഇല്ലെന്ന് തോന്നല്ലേ? സൂപ്പറാണോ? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെട്ടില്ലയോ? കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ലയോ? അത് വീട്ടിൽ കൊണ്ടുപോകാന്ന് ആണോ? ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ആയ ഒരു ഫാമിലി മെമ്പർ. സബ്സ്ക്രൈബർ എന്ന് പറയുന്നില്ല, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് കൂടിയാണല്ലോ. അപ്പോൾ വിദേശത്തുനിന്ന് വന്നപ്പോൾ അതിൻ്റെ അച്ചാറുകളും കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ട് വീട്ടിൽ വന്നതാണ്. ഈ മോന് 2.5 വയസ്സാണ്. നല്ല സംസാരമാണ്. അതോ നല്ല ഫ്ലൂവൻ്റ് ആയിട്ടാണ് ഇംഗ്ലീഷും മലയാളവും സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, എൻ്റെ ആങ്ങളയുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഈ മാർച്ചിൽ 3 വയസ്സാവും. അവരിത്രയും സംസാരിക്കാറില്ല. ഞാനത് ചോദിച്ചപ്പോൾ പറയായിരുന്നു, ഈ മോൻ 9ാം മാസം തൊട്ട് നല്ല ഫൈനായിട്ട് സംസാരിച്ച് തുടങ്ങിയെന്ന്. അതൊക്കെ ഒരു ദൈവകൃപയാണ് കേട്ടോ, കൊച്ചു കുഞ്ഞുങ്ങൾ ഇത്രയും കുഞ്ഞിലെയൊക്കെ സംസാരിക്കുന്നതേ. നേരത്തെയും കുറച്ച് കാന്താരി കിട്ടിയിരുന്നു. അത് പല കാര്യങ്ങൾ, കാന്താരി, നെല്ലിക്ക അങ്ങനെയൊക്കെ ഇട്ട് തീർത്തു. ഇത് ഇപ്പം കിട്ടിയ കാന്താരിയാണ്. കിട്ടിയിട്ട് ഒരു 4-5 ദിവസമേ ആയിട്ടുള്ളൂ. നമ്മുടെ ഇവിടെ വിപണിയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. കിലോ 550 രൂപ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ കാന്താരിയുടെ വില എത്രയാണെന്നൊന്ന് പറയണേ. അപ്പോൾ ഇത് നമ്മുടെ വീടുകളിൽ തന്നെ പറിച്ചെടുത്ത കിലോ 550 രൂപ കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്രാവശ്യം വിചാരിക്കുന്നത് വെളുത്തുള്ളി കാന്താരി ഇടാനാണ്. ഇതുവരെ ഞാൻ തുടങ്ങിയിട്ടില്ല, വെളുത്തുള്ളി പൊളിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ വേണ്ടവരൊക്കെ ഞാൻ ആദ്യം തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, വാട്സപ്പ് നമ്പർ. അതിനകത്തൊരു മെസ്സേജ് ഇട്ടാൽ മതി, വെളുത്തുള്ളി കാന്താരി വേണമെന്ന്. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. 2-3 ദിവസം എടുക്കും ഇടാനായിട്ട്. ഉള്ളിയൊക്കെ റെഡിയാക്കണമല്ലോ. അപ്പോൾ ഇതെന്താണ്? വല്ലവന് പുല്ലും ആയുധം, അതാണല്ലോ എൻ്റെ കറികളെന്ന് പറയുന്നത്. ദയവ് ചെയ്ത് നല്ല ഓതൻറ്റിക് ആയിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതൊന്നും ഫോളോ ചെയ്യല്. ആരും കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിൽ എന്ത് കിട്ടുന്നോ അതിനെ രുചികരമാക്കി ഒരു കറിയാക്കി തീർക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. കണ്ടല്ലോ, സാമ്പാർ പൊടി. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്ന സാമ്പാർ പൊടിയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 1/4 കിലോ സാമ്പാർ എന്ന് പറയുന്നത് 6 കിലോ തൊട്ട് 7-8 കിലോ വരെ നമ്മുടെ കൊഴുപ്പനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല കൊഴുപ്പിനാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 1/4 കിലോ 6 കിലോ വെജിറ്റബിൾസിനേ ഉള്ളൂ. അതല്ല ഇച്ചിരി ലൂസായിട്ടൊക്കെ ആണെങ്കിൽ 8 കിലോ വരെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്നും കുറച്ച് സാമ്പാർ കൂടിയിട്ട് കഷ്ണങ്ങളായിട്ട് കുറച്ച് ചേന ഉണ്ടായിരുന്നു. ചേന മാത്രം ഇട്ടൊരു സാമ്പാർ വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ വെണ്ടയിൽ 3-4 വെണ്ടയ്ക്ക കിട്ടി, സവാള ഉണ്ടായിരുന്നു, തക്കാളി ഉണ്ടായിരുന്നു, പച്ചമുളക് ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു, സാമ്പാർ പൊടി ഇട്ടു. ഇനിയിപ്പം ഒറ്റ വിസിൽ. ഈ കുക്കറിൽ ഒരു വിസിൽ ഞാൻ അടുപ്പിക്കും. വേറെ ഒരു കുക്കറാണെങ്കിൽ അതിനകത്ത് ഒരു വിസിൽ പോലും വരണ്ട. അതിൻ്റെ ഷൂ സൗണ്ട് കേൾക്കുന്ന ഉടനെ ഞാൻ ഓഫ് ചെയ്യും കേട്ടോ.
അപ്പോൾ ഉപ്പും സാമ്പാർ പൊടിയും വേറെ ഒന്നും വേണ്ട അതിനകത്ത്. അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തു. ദേ നല്ല പരുവമായിട്ട്, കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞു പോയിട്ടില്ല. തൊമര ഇട്ടിട്ടുണ്ട്. അതെ, സാമ്പാർ പരിപ്പ് നല്ല ഫൈനായിട്ട് ദാ വെന്ത് കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ ഉടഞ്ഞു പോയിട്ടില്ല. കുറച്ച് മല്ലിയില കൂടി ഇടുന്നുണ്ട്. അതെൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. കാരണം ഇപ്പം നാട്ടിൽ വന്നേ പിന്നെ അങ്ങനെ മല്ലിയില, പുതിനയില ഇങ്ങനെയുള്ള ഒന്നും സ്റ്റോക്കില്ല. ബോംബെയിൽ നിന്ന് വന്ന സമയത്ത്, കാരണം ഇതൊക്കെ യൂസ് ചെയ്തൊക്കെ ശീലമായിരുന്നല്ലോ. അപ്പം മാർക്കറ്റിൽ നിന്ന് എപ്പോഴും പുതിനയിലയും മല്ലിയിലയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ആയിരിക്കും. പക്ഷെ ഇപ്പോൾ ആ ശീലം അങ്ങ് മാറി കേട്ടോ. കാരണം അന്നെന്ന് പറയുന്നത് നമ്മൾ സുലഭമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നല്ലോ ബോംബെയിൽ വെച്ച്. അപ്പം നാട്ടിൽ വന്നപ്പോൾ അതിന് പെട്ടെന്ന് അതങ്ങോട്ട് മാറ്റാൻ പറ്റിയില്ല. എല്ലാത്തിനും ഇത്തിരി പുതിനയില ഇടണം, അല്ലെ മല്ലിയില ഇടണം, പുതിനയില വെള്ളം തിളപ്പിക്കണം, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ ആ ശീലമൊക്കെ മാറി കേട്ടോ. നേരത്തെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, സാമ്പാർ കുക്കറിൽ വെച്ചാൽ തൊമരയൊക്കെ കറക്റ്റ് വെന്ത് കിട്ടുമോന്ന്. കണ്ടില്ലേ, ഇത് തൊമര മാത്രമേ വെന്തിട്ടുള്ളൂ, ബാക്കി കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞിട്ടില്ല. അപ്പോൾ കടുക് താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട്ടു, കൊച്ചുള്ളി, മുളകുണ്ടെങ്കിൽ വറ്റൽമുളക് ഇടാം, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. ഇതൊക്കെ ഇട്ടൊന്ന് കടുക് താളിക്കാൻ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എത്ര നല്ല സാമ്പാർ പൊടി യൂസ് ചെയ്താലും ലാസ്റ്റിൽ കടുക് താളിക്കുമ്പോൾ അതിനകത്ത് ലേശം കായമിട്ട് മൂപ്പിച്ചിട്ട് അടച്ച് വെക്കണം. ആ സാമ്പാറിനകത്ത് ഒഴിച്ചിട്ട് അടച്ച് വെക്കണം. അന്നേരമാണ് നമ്മുടെ സാമ്പാറിന് നല്ലൊരു മണം കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഞാൻ തരുന്ന സാമ്പാർ പൊടി യൂസ് ചെയ്താൽ ലാസ്റ്റിൽ നിങ്ങൾ കടുക് താളിക്കുമ്പോൾ ഇത്തിരി കായം ഒന്നിട്ടിട്ട് ഇതുപോലെ ചെയ്യണം. അപ്പൊ ഞാൻ സാമ്പാറിന് എരി നോക്കിയപ്പോൾ ഇത്തിരി എരി കുറവായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഇത്തിരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത്തിരി എരി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി എരി എക്സ്ട്രാ ചേർക്കാം. ലേശം ഉലുവാപ്പൊടിയുടെ മണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉലുവാപ്പൊടി ചേർക്കാം, കായം ചേർക്കാം. അത് ഞാൻ ഓൾറെഡി എൻ്റെ നിന്ന് മേടിക്കുന്നവരടുത്തെല്ലാം പറയാറുണ്ടേ. അപ്പോൾ കുറച്ച് കായം കൂടി ഇട്ട് അടച്ച് വെച്ചാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സാമ്പാറിൻ്റെ ലാസ്റ്റിൽ കടുക് താളിക്കുമ്പോൾ ഇത്തിരി ഒന്ന് കായം മൂപ്പിച്ചിടണം. അപ്പം നമ്മുടെ സാമ്പാറും റെഡിയായി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാധാരണ ആദ്യ ദിവസമാണ് ഇഡലി ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മാവുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ ഇന്ന് സാമ്പാർ ഉള്ളത് കൊണ്ട് ഒരാഗ്രഹം, ഇന്നും ഇഡലി ഉണ്ടാക്കാമെന്ന്. ഓരോ ആഗ്രഹങ്ങളല്ലേ. അപ്പൊ അതങ്ങ് നിവർത്തിക്കാമെന്ന് വെച്ചു. സാമ്പാറും ഇഡലിയും ഇതൊക്കെ ഒരു പ്രത്യേക കോമ്പിനേഷൻ അല്ലേ നമ്മുടെ കേരളീയരുടെ. സാമ്പാർ, ഇഡലി, ദോശ, ചമ്മന്തി, പുട്ടും കടല, അല്ലെ പുട്ടും പപ്പടം. പക്ഷെ എൻ്റെ കുഞ്ഞിലെ ഒന്നും പുട്ട് പപ്പടം, പുട്ട് കടല അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പുട്ടും പഴവും. ജോസാന്റെ കൂടെ കൂടിയ പിന്നാണ് ഞാൻ ഈ പുട്ടും പപ്പടവും പയറും ഒക്കെ ശീലിച്ചു തുടങ്ങിയത്. അപ്പോൾ വിഭവസമൃദ്ധമായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വെച്ചു. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ജോലിയുടെ അങ്കത്തട്ടിലോട്ട് ഇറങ്ങേണ്ട സമയങ്ങളാണല്ലോ. അതുകൊണ്ട് ഇച്ചിരി ലാവിഷായിട്ട് നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വെച്ചു. കാരണം ഉച്ചക്കത്തെ ആഹാരം കഴിക്കുന്നതിന് എനിക്ക് ടൈമിംഗ് ഒന്നുമില്ല. പൊതുവേ രാവിലെയും വല്ലപ്പോഴുമാണ് കഴിക്കുന്നത്. കഴിക്കുവാണെങ്കിൽ ഇത്തിരി നല്ല രീതിയിൽ കഴിക്കും. കാരണം പിന്നെ ഉച്ചക്കത്തെ കാര്യം കറക്റ്റ് സമയമൊന്നുമില്ല. അപ്പോൾ ഇത് നെല്ലിക്ക പലരുടെ കയ്യിലും എത്തിക്കഴിഞ്ഞു. ഇതിപ്പോൾ എൻ്റെ ഈ സ്റ്റോക്ക് തീർന്നു. ഞാൻ അടുത്ത നെല്ലിക്ക ഇടാനായിട്ട് നെല്ലിക്ക മാർക്കറ്റിൽ നോക്കിയിട്ട് എനിക്ക് നല്ല നെല്ലിക്ക കിട്ടിയില്ല. കാരണം നെല്ലിക്ക അച്ചാറിനൊക്കെ നല്ല വിളഞ്ഞ നെല്ലിക്ക തന്നെ വേണം. മാർക്കറ്റിൽ പോയപ്പോൾ എനിക്ക് ഫോട്ടോ ജോസാൻ അയച്ചു തന്നപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ജോസാൻ എന്നെ കളിയാക്കും, അവൾ അച്ചാർ ഇടുന്നതിൻ്റെ സാധനങ്ങളും സൗന്ദര്യം നോക്കി മേടിക്കത്തുള്ളത്. കാരണം നല്ല സാധനം വേണമല്ലോ. ഇത് നെല്ലിക്ക പെരട്ടിടുന്ന അതേ രീതിയിൽ ഒരു ഇത്തിരി മാറ്റം വരുത്തി നെല്ലിക്ക അച്ചാറിട്ടതാണ്. അന്യായ ടേസ്റ്റാണ് ഈ സംഭവം. അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു, ഇനി തൊട്ട് നെല്ലിക്ക അച്ചാർ ഞാൻ ഈ മെത്തേഡിലേ ഇടത്തുള്ളൂ. വാങ്ങിച്ചവരെല്ലാം ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേരും കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് ഇട്ടതുപോലെ തന്നെ 1 മാസം കഴിഞ്ഞാലും 1.5 മാസം കഴിഞ്ഞാലും 2 മാസം കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു അച്ചാറാണ് ഈ രീതിയിൽ ഇടുമ്പോൾ ഈ നെല്ലിക്ക. അപ്പൊ ഇത് തീർന്നു. ഇനി പുതിയ ബാച്ച് ഇടട്ടെ. നിങ്ങൾ വാട്സപ്പിൽ കോണ്ടാക്ട് ഉള്ളവർ എൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ നിന്ന് അച്ചാർ മേടിച്ച പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, ബെൻസി ഏത് പിക്കിൾ മസാലയാണ് ഉപയോഗിക്കുന്നതെന്ന് കേട്ടോ. എൻ്റെ ദൈവമേ, ഞാനങ്ങനെ ഒരു പിക്കിൾ മസാല ഒരു കമ്പനിയുടെയും അച്ചാറും പൊടി യൂസ് ചെയ്യുന്നില്ല. എൻ്റെ തന്നെ മസാലയാണ്. അപ്പൊ ഇവിടെ കടയിൽ വന്നിട്ടും പലരും ഇപ്പൊ അച്ചാർ മസാല, അതായത് പിക്കിൾ മസാല, ഫിഷ് മസാല ഒക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതൊന്നും കടയെടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ പുതിയ സ്റ്റോക്ക് അതുപോലെ ദിവസം ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ല, ഫിഷ് മസാല അല്ലെങ്കിൽ പിക്കിൾ മസാല ഒന്നും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പൊതുവേ ആളുകൾ ആരും ഇത് ഉപയോഗിക്കാറില്ലെന്ന്. അപ്പോൾ പലരും ചോദിക്കുന്നത് കൊണ്ട് ഇപ്പൊ കടയിൽ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് സാമ്പാർ ഓൾറെഡി ഉണ്ട്. ഈ മീനെന്ന് പറയുന്നത് എല്ലാം കൂടെ മിക്സ് ആണ് കേട്ടോ. അതിനകത്ത് ചുമന്ന മീനുണ്ട്, അതായത് ചെമ്പല്ലിക്കൊരയെന്ന് പറയത്തില്ല, അതൊന്ന് 2 ഉണ്ട്. പിന്നെ ശീലാവല്ല, ഉലുവാച്ചി എന്ന് പറയും. പിന്നെ കണ്ണൻകൊഴിയാള, ഇതെല്ലാം കൂടെ മിക്സ് ആണ് കേട്ടോ. അതെല്ലാം കൂടെ വെട്ടിയെടുത്തു, മസാല പുരട്ടി. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓതന്റിക് ആയിട്ട് മീനൊക്കെ ഫ്രൈ ചെയ്യുന്നവരിങ്ങനെയൊന്നും ചെയ്യല്ലേ. കാരണം
ഇത് ഞാനിപ്പോൾ ഇതിനകത്ത് മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ് ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. സാധാരണ രീതിയിൽ നമ്മൾ മീനൊക്കെ വറക്കുന്നത് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മസാലകളും എല്ലാം കൂടെ മിക്സിയിൽ അടിച്ചെടുത്ത് തേച്ച് പിടിപ്പിച്ച് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തേച്ച് പിടിപ്പിച്ചാണല്ലോ. അപ്പോൾ അത്രയും വലിയ രീതിയിൽ ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. മടിയായിട്ടൊന്നും അല്ല കേട്ടോ, സമയത്തിന്റെ കുറവ് കൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ കൂടുതലും ഇങ്ങനെ എളുപ്പ പരിപാടികളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം മറ്റേതാവുമ്പോൾ ഇച്ചിരി കൂടിയൊക്കെ രുചി കിട്ടും. അതുകൊണ്ട് ഞാൻ അതാണ് പറഞ്ഞത്. ഓതന്റിക് ആയിട്ട് ചെയ്യുന്ന പഴയ കാലത്തെ അമ്മച്ചിമാരും അമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആ രീതിയിലേ ചെയ്യാറുള്ളൂ. ഇതൊന്നും പെട്ടെന്ന് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല. ഇതിന് ഞാൻ ചില കുറുകുപണികൾ ചെയ്താൽ എൻ്റെ വീട്ടിലെ അമ്മയ്ക്കാണെങ്കിലും അമ്മ പറയും ഇതൊക്കെ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കും. കാരണം അവരൊക്കെ ആ പഴയ രീതി ശീലിച്ചു പോയല്ലോ. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഒരു ആയിപ്പ് പോലെയും ശ്വാസതടസ്സം പോലെയും. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ. രാത്രി നല്ല തണുപ്പല്ലേ. പൊതുവെ എല്ലാവർക്കും പനിയും ചുമയൊക്കെയാണ് കേട്ടോ. ഒന്ന് ചുമ പിടിച്ചാൽ പോവാൻ ഇത്തിരി സമയം എടുക്കും. നമ്മുടെ കഫ് സിറപ്പ് ഞാനിപ്പോൾ ഡെയിലി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ മീനെന്ന് പറയുന്നത് മൊത്തത്തിൽ ഫ്രൈ ചെയ്യില്ല കേട്ടോ. കുറച്ച് ഫ്രൈ ചെയ്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കും. പിന്നത്തെ ബാക്കി ദിവസങ്ങളിൽ എടുക്കാം. ഇത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. പിന്നെ വിചാരിച്ചെങ്കിൽ ഇതിനകത്ത് അങ്ങ് ഉൾപ്പെടുത്താമെന്ന് കേട്ടോ. ഇത് ഇറച്ചി, മീൻ, മുട്ട, പാല് ഇതൊന്നും ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയുള്ള ഒരു സംഭവമാണ്. ഇതിന്റെ എന്താണ് ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ഉണ്ടാക്കാം. ഇതിന്റെ ബിരിയാണി ഉണ്ടാക്കാം, ഇതിന്റെ കറി ഉണ്ടാക്കാം, ഫ്രൈ ചെയ്ത് കഴിക്കാം, എങ്ങനെ വേണേലും കഴിക്കാം. പ്രോട്ടീൻ റിച്ച് ആണ്. ഏറ്റവും 2 എടുത്തായിരുന്നു. ഇത് കൂടുതൽ കടയിലെടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഒരെണ്ണം നമുക്കൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തു. ഒരെണ്ണം വേറെ ഒരാൾ കൊണ്ടുപോയി. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ അയച്ചു തരാം. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അതിനകത്ത് സോയ് ഫ്ലോർ ഉണ്ട്, സേ പ്രോട്ടീൻ ഉണ്ട്. അത് വായിക്കാൻ പറ്റുന്നവരൊക്കെ ഇത് വായിച്ചോണേ. വീറ്റ് ഗ്ലൂട്ടൻ, പി പ്രോട്ടീൻ, റിഫൈൻഡ് വീറ്റ് ഫ്ലോർ, ഗ്രാം ഫ്ലോർ, ക്യുനോന ഫ്ലോർ, കോൺ സ്റ്റാർച്ച്, അരിപ്പൊടി, ഫ്ലാക്സ് സീഡ്, ഉലുവ, ജീരകം, വെളുത്തുള്ളി, സവാള ഇതിന്റെ എല്ലാം പൗഡറുകൾ ഉൾപ്പെട്ടിട്ടുള്ളതാണേ. 1/4 കിലോയുടെ പാക്കറ്റാണ് കേട്ടോ. അതിന്റെ റേറ്റ് 185 രൂപയാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ എന്തൊക്കെ റെസിപ്പികൾ നമുക്ക് ചെയ്യാമെന്നുള്ളതിന്റെ റെസിപ്പിയൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് വെജിറ്റേറിയൻകാർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയാം. ഇതിനകത്ത് ഒരു പാക്കറ്റിനകത്താണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു ഉപ്പും മസാലയുടെ ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള നമുക്ക് നമ്മുടേതായിട്ടുള്ള ടേസ്റ്റിലോട്ട് ഇതിനെ മാറ്റാൻ പറ്റും. കാരണം അതിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന മസാല ഓവറായിട്ട് നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരുത്തുന്ന രീതിയിലുള്ള മസാലയൊന്നും അല്ല ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു റെസിപ്പി ചെയ്യുവാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് മേടിച്ചെന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. എന്നിട്ട് ആദ്യം നമ്മുടെ കേരള റെസിപ്പിയാണ് ഞാൻ ട്രൈ ചെയ്തത് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ടു, അതിനുശേഷം കുറച്ച് ഇഞ്ചി ഇട്ടു. സാധാ ഒരു ഇതുമാതിരിപ്പെട്ട എല്ലാ റെസിപ്പികൾക്കും വേണമല്ലോ ഇഞ്ചി വെളുത്തുള്ളി. അത് തന്നെ ഇട്ടു. അതൊന്ന് മൂത്ത ശേഷം അതിനകത്തേക്ക് സവോള. അപ്പൊ ഇതിന്റെ ഗ്രേവി എന്ന് പറയുന്നത് നമ്മുടെ സവോളയാണ്. ടേസ്റ്റ് മേക്കർ സവോളയാണ്, വേറെ ഒന്നും ഇല്ല. അപ്പോൾ സവാള ഇട്ടു, അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ടു, പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം. അപ്പൊ സവാള ഏകദേശം നന്നായിട്ടൊന്ന് വയളണേ. അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നീളത്തി വേണേ നീളത്തി, ചതുരത്തി വേണേ ചതുരത്തി, കൊച്ചു കൊച്ചു കഷ്ണങ്ങളാണെങ്കിൽ അങ്ങനെ. എൻ്റെ അഭിപ്രായത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇതുപോലെ ഇതിനേക്കാൾ കുറച്ചുകൂടി ചെറുതാക്കിയാലും കുഴപ്പമില്ല. അപ്പൊ കവറിനകത്തൊന്ന് പൊട്ടിക്കുമ്പോൾ കവറിനകത്ത് ഓയിലൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് ഓയിലും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈ സംഭവം പകുതി കുക്ക് ചെയ്തതാണ് കേട്ടോ, ബാക്കി നമുക്ക് ചെയ്താൽ മതി. അപ്പൊ സവാള ഏകദേശം ഒന്ന് വഴണ്ട് വന്നു. മൊത്തത്തിൽ വഴണ്ടിട്ടില്ല, ഇനി വഴലാനുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് ആദ്യം ചിക്കൻ മസാലയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ചിക്കൻ മസാല തന്നെ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് എടുത്തുന്നേ ഉള്ളൂ. മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതെടുക്കാം. വെറും ഗരം മസാല വേണമെങ്കിൽ അത് ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ചിക്കൻ മസാല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു പരിപ്പെട്ട എല്ലാത്തിലും ഞാൻ ഈ മസാല ചേർക്കാറുണ്ട്. എരിക്ക് വേണ്ടി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കാശ്മീരിയും കുറച്ച് ചേർത്തു, മറ്റേ എരിയുള്ളതും ചേർത്തു. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തു. എന്നിട്ട് ആ മസാലയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കിയ ശേഷം എണ്ണ കുറവാണെങ്കിൽ ഇടയ്ക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ ഒരു ഇത്തിരിയിലേ എണ്ണ ഒഴിച്ചുള്ളായിരുന്നു. അപ്പോൾ എണ്ണ ആവശ്യത്തിന് ഇത്തിരി വേണം. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇതിനകത്ത് ഓൾറെഡി ഉപ്പ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ളതിന് നമുക്ക് ഉപ്പ് ചേർത്താൽ മതി. അത് ശ്രദ്ധിച്ച് ചെയ്യാവേ. എന്ന് വെച്ചാൽ കഷ്ണങ്ങളിൽ ഓവറായിട്ടൊന്നും ഉപ്പില്ല കേട്ടോ. അപ്പൊ അത് എണ്ണയുമായിട്ടൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ 2 പ്രാവശ്യമായിട്ട് ഏകദേശം ഒരു 3/4 ഗ്ലാസോളം വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്.
കാരണം ഇതൊന്ന് വേവണം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി അങ്ങോട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എത്രയും വേവണോ എത്രയും വേവണ്ട, നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണോ, കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് നല്ല ഫ്രൈ പരുവത്തിൽ എടുക്കണോ, ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഞാൻ രണ്ടാമത് വീണ്ടും ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുമായിരുന്നേ. കാരണം ആദ്യം എണ്ണ ഒഴിച്ചത് കുറവായിട്ട് തോന്നി. പിന്നീട് വീണ്ടും ഇത്തിരി കൂടി ചിക്കൻ മസാല ഇട്ടു. നിങ്ങൾക്ക് മസാലയൊക്കെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര സ്പൈസി വേണോ അതനുസരിച്ച് ചേർക്കാം. ഈ സോയ കഴിച്ച ശീലമുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് സെയിം നമ്മുടെ ഈ സോയാബീൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിന്നത് കേട്ടോ. ബാക്കിയുള്ളതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. കാരണം മറ്റുള്ളത് അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ സോയയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ എനിക്ക് വന്നത്. ചോറിനായാലും ചപ്പാത്തിക്കായാലും മറ്റുള്ള എന്തിനായാലും ദോശയ്ക്കായാലും അപ്പത്തിനായാലും ഒക്കെ നല്ലൊരു എന്താണ് ഇറച്ചി ഫ്രൈ ചെയ്തതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഞാനപ്പോൾ അന്ന് ഇതുണ്ടാക്കിയ ദിവസം കഴിച്ചത് ഇതും തൈരും ഇത്തിരി മാങ്ങ അച്ചാറും. നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക മണമാണ് ഇത് ചെയ്യുമ്പോൾ. നമ്മുടെ വീട് മുഴുവൻ ഒരു നല്ല മണമാണ് കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻകാർക്ക് വേണ്ടിയുള്ള നല്ല ഒരു സംഭവമാണ്. വേണ്ടവരൊക്കെ അടുത്തെങ്ങാനും മേടിക്കാൻ കിട്ടുമെങ്കിൽ, എല്ലാ കടകളിലും കിട്ടില്ല. അപ്പോൾ ഇത് കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. അതല്ല വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അയച്ചു തരണമെങ്കിൽ അയച്ചു തരാം. ഒന്നിടായിട്ടുള്ള ദിവസങ്ങളിൽ എനിക്ക് അച്ചാറിടക്കം കാണും കേട്ടോ. ഇത് മീനച്ചാർ ഇട്ടതാണ്. ഞാനിങ്ങനെ കൂടുതലായിട്ട് ഇട്ട് വെച്ചേക്കത്തില്ലല്ലോ, കുറേശ്ശെ ഇട്ട് തീർത്തിട്ട് ഉടനെ പിന്നെ അടുത്തത് ഇടുവല്ലേ. ഇത്തിരി ജോലി കൂടുതലാണ്, എങ്കിലും ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് തരാമല്ലോ, അതൊരു സന്തോഷം. പ്രത്യേകിച്ച് ഈ വിദേശത്തൊക്കെ കൊണ്ടുപോകുന്നവർ കൂടുതലായിട്ട് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഫ്രഷ് ആയിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത്. കുറേ നാൾ വെച്ചിരുന്ന് ഉപയോഗിക്കാനുള്ളതല്ലേ. പുതിയ കുറേ അച്ചാറുകൾ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറേ റെസിപ്പികൾ ഞാൻ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തിരി സമയം വേണം, അതാണ് ഒരു മടി എന്ന് പറയുന്നത്. കാരണം പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ഇത്തിരി സമയം വേണം, അതിൻ്റെ ഒരു മടിയുണ്ട്. എന്നാൽ അത് യൂസ് ടു ആയാലും പിന്നെ ടപ്പേന്ന് ഇടും. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. എന്തുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുതേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.